എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 202 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ലെസ് ദാൻ ട്വൈസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് അല്ലേ. അപ്പൊ എപ്പോഴും ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു മട്ടത്രികോണം. അപ്പൊ ഒരു മട്ടത്രികോണത്തിലെ രണ്ട് വശങ്ങൾ പരസ്പരം ലംബമായ രണ്ട് വശങ്ങൾ അല്ലെ. അപ്പൊ ഈ വശങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു വശത്തിന്റെ 2 മടങ്ങിൽ നിന്ന് അല്ലെ, ട്വൈസ് ദി ലെങ്ത്, അത് 2 മടങ്ങിൽ നിന്ന് 1 സെന്റിമീറ്റർ കുറച്ചതാണ് മറ്റേ സൈഡിന്റെ നീളം അല്ലെ. അപ്പൊ ഒരു സൈഡിന്റെ നീളത്തിന്റെ 2 മടങ്ങിൽ നിന്ന്, അപ്പൊ ഒരു സൈഡിന്റെ നീളം നമുക്ക് എന്തായിട്ട് കൊടുക്കാം? എക്സ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ 2 മടങ്ങ് എന്നാകുമ്പോൾ നമുക്കറിയാം 2 കൊണ്ട് ഗുണിക്കാം അല്ലെ, 2x. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം അല്ലെ. അപ്പൊ 2x മൈനസ് 1. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ നീളത്തിന്റെ 2 മടങ്ങ് 2x, അതിൽ നിന്ന് അപ്പൊ 1 സെന്റിമീറ്റർ കുറച്ചതാണ് ഇതിന് പെർപെൻഡിക്കുലറായ മറ്റേ വശം. ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി എന്താണ് അടുത്ത പറഞ്ഞിട്ടുള്ളത്? The hypotenuse is 1 centimeter more than twice this side അല്ലെ. ഇനി അതിന്റെ കർണമാണെങ്കിലോ 2 മടങ്ങിനോട് 1 കൂട്ടി അല്ലെ. അപ്പൊ ഇതിന്റെ കർണം ഹൈപ്പോട്ടനസ് ആണെങ്കിൽ ഇതിന്റെ 2 മടങ്ങ് 2x, അതിനേക്കാൾ 1 കൂട്ടി, അതിന്റെ കൂടെ 1 കൂട്ടി. ഇതാണ് അതിന്റെ ഹൈപ്പോട്ടനസിന്റെ ലെങ്ത്. അപ്പൊ ഇത്ര കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്. ഇങ്ങനെയാണെങ്കിൽ ഓരോ സൈഡുകളുടെ നീളം എത്ര? അപ്പോൾ നമുക്കറിയാം ഇതൊരു മട്ടത്രികോണാണ്. മട്ടത്രികോണാകുമ്പോൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണ്? നമ്മുടെ പൈത്തഗോറസ് തിയറം അല്ലേ. പൈത്തഗോറസ് തിയറം നമുക്കറിയാം. ഇതിന്റെ സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ലംബത്തിന്റെ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ അല്ലേ. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് അല്ലേ, ഈ 2x പ്ലസ് 1 അതിന്റെ സ്ക്വയർ അല്ലെ. അപ്പോൾ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ലംബം 2x മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലെ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. അപ്പൊ അതേ രൂപത്തിൽ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാം? എക്ക് പകരം 2x, ബിയുടെ സ്ഥാനത്ത് 1 അല്ലെ. അപ്പൊ എ സ്ക്വയർ. അപ്പൊ 2xന്റെ സ്ക്വയർ പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലെ. അപ്പൊ ഇതിന്റെ സ്ക്വയർ കഴിഞ്ഞു. പ്ലസ് 2ab പ്ലസ് 2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കുക 2 ഇൻറ്റു എ ഇൻറ്റു ബി അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു എക്ക് പകരം 2x ഇൻറ്റു ബിക്ക് പകരം 1 അല്ലെ. അപ്പൊ 2 ഇൻറ്റു 2x ഇൻറ്റു 1. അപ്പൊ 2 ഇൻറ്റു 2x എത്രയാണ്? 4x ഇൻറ്റു 1 4x അല്ലേ. അപ്പൊ 4x 4x പ്ലസ് ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ, ഇവിടെ ബി 1 അല്ലേ, അപ്പൊ 1ന്റെ സ്ക്വയർ. ഓക്കെ, ഇത് കഴിഞ്ഞു. സീക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഇനി അടുത്ത എടുക്കണ നോക്കിയാൽ 2x മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. 2x ഹോൾ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab മൈനസ് 2ab അല്ലെ. 2 ഇൻറ്റു എ 2x, അപ്പൊ 4x ആയി ഇൻറ്റു ബി 1 അല്ലെ. അപ്പൊ 4x ഇൻറ്റു 1 4x പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് വെച്ചാൽ 1ന്റെ സ്ക്വയർ 1. ഇനി നോക്കിയാൽ ഈ സമചിഹ്നത്തിന് അപ്പുറം ഇപ്പുറം നോക്കി നോക്കിയാൽ ഇവിടെ 4x സ്ക്വയർ ഉണ്ട്, ഇപ്പുറത്തും 4x സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സമചിഹ്നത്തിന് അപ്പുറം ഇപ്പുറം വരുമ്പോൾ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ 4x സ്ക്വയർ, ഇവിടെയും പ്ലസ് 4x സ്ക്വയർ അല്ലെ, 2 ക്യാൻസൽ ആയി പോയി. ഇനി ഇവിടെ നോക്കിയാൽ പ്ലസ് 4x മൈനസ് 4x ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കണ്ട, അത് ശ്രദ്ധിക്കുക, പെട്ടെന്ന് കട്ട് ചെയ്ത് കളയിട്ട്. സമചിഹ്നത്തിന് അപ്പുറം 4x, ഇപ്പുറം മൈനസ് 4x കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഇങ്ങോട്ട് പോരുമ്പോൾ എന്താവും? ഇവൻ ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 4x ആയി അല്ലേ. അപ്പൊ മൊത്തം ഇത് ഇവിടെ 8x എന്ന് വരാം. ക്ലിയർ ആയില്ലേ? അപ്പൊ അതൊക്കെ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നോക്കിയാൽ പ്ലസ് 1 ഇവിടെയുണ്ട്, പ്ലസ് 1 ഇവിടെയുണ്ട് അല്ലെ. 2 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? ബാക്കി വന്നത് 4x ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x അല്ലെ. എങ്ങനെയല്ല വന്നത്? ഓക്കെ, ബാക്കിയൊക്കെ കട്ട് ചെയ്ത് പോയി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്തായി? മൈനസ് എക്സ് സ്ക്വയർ ആയി അല്ലെ. ഇനി ഇവിടെ 4x ഉണ്ടല്ലോ, പ്ലസ് 4x
ഇനി ഇപ്പുറത്തൊരു -4x ഇല്ല, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ +4x അല്ലേ, സീക്വൽ ടു ബാക്കി ഇവിടെ ആരും ഇല്ല അല്ലേ, അവർക്ക് ഇങ്ങോട്ട് പോകുന്നില്ലേ, പോന്നു 0. ഇപ്പൊ നോക്കിയേ, x² അല്ല -x² +4x +4x എത്ര വരും, +8x സീക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം ഇവിടെ -x² ആണ് അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ചിഹ്നം മാറ്റണം അല്ലേ, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഓർമ്മയില്ലേ, അതേ രൂപത്തിൽ തന്നെ ഇവിടെ മൈനസ് നമുക്ക് ചിഹ്നം മാറ്റം എന്ത് ചെയ്യണം, എല്ലാവരും ചിഹ്നം മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിന് എന്തെങ്കിലും മാറ്റാം, x² -+8x എന്നുള്ള എന്താ -8x അല്ലേ. അപ്പോൾ ഒരാളെ ചിഹ്നം മാറ്റി കഴിഞ്ഞാൽ എല്ലാവരും ചിഹ്നം മാറ്റണം, നേരെ ഓപ്പോസിറ്റ് ഇടാം, സീക്വൽ ടു 0. ഇനി ഇവിടെ നോക്കിയാൽ x² -8x = 0. ഇവിടെ x² ഇവിടെ -8x അല്ലേ, വേറെ ആരുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഒരു പണി ചെയ്യാം, ഇതിൽ നിന്ന് x എടുക്കാം. x ഇതിലുണ്ട് അല്ലേ, ഇതിൽ 2x ഉണ്ട്, അപ്പോൾ ഒരു x ഞാൻ ഇങ്ങോട്ട് എടുത്തു, ബാക്കി ഒരു x കൂടി ഉണ്ട് അല്ലേ, x. അപ്പോഴാണ് x × x² ആവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു x ഇങ്ങോട്ട് എടുത്തു, ബാക്കി ഒരു x കൂടെ ഉണ്ട്, മൈനസ് ഇതിൽ നിന്ന് x ഇങ്ങോട്ട് പോകുന്നു, ബാക്കി 8 ഉണ്ട്, സീക്വൽ ടു 0. ഇനി നോക്കിയാൽ x × x - 8 = 0. അതായത് x-ഉം x - 8ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 0 കിട്ടണം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ ഇപ്പോൾ x × y = 0 ആവണമെങ്കിൽ നമുക്കറിയാം ഒന്നുകിൽ x 0 ആയിരിക്കണം, അതല്ലെങ്കിൽ y 0 ആയിരിക്കണം അല്ലേ. അപ്പം അതുപോലെ ഇവിടെ എന്താണ്, x × x - 8 0 ആവണമെങ്കിൽ ഒന്നുകിൽ x 0 ആയിരിക്കണം, അല്ലെങ്കിൽ x - 8 0 ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ x 0 അല്ലേ, ഒന്നുകിൽ x 0 ഓക്കെ, അതല്ലെങ്കിലോ x - 8 0. അപ്പോൾ ഇവിടെ x - 8 0 ആണെങ്കിൽ x-ന്റെ വാല്യൂ എന്ത് വരും, x = ഈ 8 അങ്ങോട്ട് പോകുമ്പോൾ +8. അപ്പോൾ ഇവിടെ നമുക്ക് x-ന് വാല്യൂ കിട്ടി, 8 എന്ന് കിട്ടി, അതുപോലെ തന്നെ എന്താണ് 0 എന്നും കിട്ടി അല്ലേ, 0 എന്നും കിട്ടി. ഇനി x എന്ന് പറഞ്ഞാൽ എന്താണ്, x എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ വശത്തിന്റെ നീളമാണ് x അല്ലേ. അപ്പോൾ x ഒരിക്കലും 0 ആവുമോ, ഒരു ത്രികോണത്തിന്റെ ഒരു വശം 0 ആവില്ലല്ലോ, ആവില്ല. അപ്പോൾ നമുക്ക് ഇത് വേണ്ട, ഏതായിരിക്കും 8 അല്ലേ. അപ്പോൾ ഇവിടുത്തെ വശം ഇതിന്റെ നീളത്തിലായിരിക്കും, ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ബേസ് അല്ലേ, ബേസ് എന്ന് കൊടുക്കാം, ബേസ് അതായത് പാദം എന്ന് പറഞ്ഞാൽ x ആണ്, x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി പാദം കഴിഞ്ഞാൽ ലംബം അല്ലേ, അതായത് ആൾട്ടിറ്റ്യൂഡ് 2x - 1 സീക്വൽ എന്ത് വരും, 2x 2 × x-ന്റെ വാല്യൂ നമുക്ക് കിട്ടി 8 അല്ലേ, 2 × 8 - 1 അല്ലേ, സീക്വൽ ടു 2 × 8 16 - 1 = 15. അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് ഹൈപ്പോട്ടിനസ് അല്ലേ, ഹൈപ്പോട്ടിനസ് കർണം എത്രയാണ്, 2x + 1 അല്ലേ. 2x + 1 എന്ന് പറഞ്ഞാൽ 2 × x 8 + 1, 2 × 8 16 + 1 = 17 സെന്റിമീറ്റർ. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 up to which number is 300 അല്ലേ. അതായത് 1 മുതൽ തുടർച്ചയായ നാച്ചുറൽ നമ്പർ, തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, അത് എത്ര വരെ കൂട്ടിയാലാണ് നമുക്ക് 300 കിട്ടുക അല്ലെ. അതായത് എന്താണ് ചോദ്യം, 1 മുതൽ തുടർച്ചയായി എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാലാണ് 300 കിട്ടുക, ഇതാണ് ചോദ്യം. അതായത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ അല്ലേ, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പൊ അതിലേക്ക് നമ്മൾ പോയി. അപ്പൊ നമുക്കറിയാം 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യ അല്ലേ, അതായത് 1 + 2 + 3 + 4 അല്ലേ, അങ്ങനെ കൂട്ടി പോകുന്നു. അവസാനത്ത് കിട്ടും, ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി, 300 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് സംഖ്യ വരെയും കൂട്ടിയാൽ, അതായത് എത്ര സംഖ്യകൾ വരെ കൂട്ടിയാലാണ് 300 കിട്ടുക എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സമ്മ്, തുക കണ്ടുപിടിക്കാനുള്ളത് നമുക്കറിയാം അല്ലെ. ഇക്വേഷൻ നമുക്കറിയാലോ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, n × n+1/2 അല്ലെ. ഇതാണ് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എങ്ങനെയാണെങ്കിൽ തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ. പിന്നെ വേറെ നമുക്ക് ഇക്വേഷൻ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇത് വളരെ സിമ്പിൾ പറഞ്ഞിട്ടുണ്ട്, 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി, n × n+1/2 അല്ലെ. സീക്വൽ എത്ര ആണ് തന്നിട്ടുണ്ട്, സമ്മ് 300. മനസ്സിലായല്ലോ. n × n+1/2 = 300 അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, n × n+1 സീക്വൽ ടു, ഇവിടെ നോക്കിയാൽ /2 എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ. അപ്പൊ 300 × ഈ 2 അങ്ങോട്ട് പോയപ്പോൾ /2 എന്നുള്ളത് × 2 ആയി അല്ലെ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n ഇൻറ്റു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 600. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? n കൊണ്ട് ഇങ്ങനെ ഓരോന്നിനെ ഗുണിക്കണം അല്ലേ? ഇതിനെ ഗുണിക്കണം, അത് കഴിഞ്ഞാൽ ഇതിനെയും ഗുണിക്കണം. അപ്പോൾ n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 1 n അല്ലേ? അപ്പോൾ n സ്ക്വയർ പ്ലസ് n ഈസ് ഈക്വൽ ടു എന്ത് വരും? 600. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 600 ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവരാം. നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് n സ്ക്വയർ പ്ലസ് n ഇതങ്ങോട്ട് വരുമ്പോൾ -600 ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത രൂപത്തിലേക്ക് എത്തി. ഇവിടെ നോക്കിയാൽ എ ബി അല്ലേ? a ഇൻറ്റു ബി -600 a പ്ലസ് ബി 1 അല്ലേ? ഇനി അത് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം ചെയ്തൂടെ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നു അല്ലേ? ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കിയാൽ ഇവിടെ a ഇൻറ്റു ബി, ഇത് a പ്ലസ് ബി അല്ലേ? അപ്പോൾ a പ്ലസ് ബി എത്രയാണ്? a പ്ലസ് ബി ഒരു n അല്ലേ? അപ്പോൾ 1. a ഇൻറ്റു ബി എത്രയാണ്? -600. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? രണ്ട് സംഖ്യയിൽ ഗുണിച്ച് കഴിഞ്ഞാൽ -600 കൂട്ടിക്കഴിഞ്ഞാൽ 1 അല്ലേ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും അല്ലേ? a മൈനസ് ബി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇനി a പ്ലസ് ബി അല്ലേ? a പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയാം 1. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 4ab 4 ഇൻറ്റു എ ബി 600 അല്ല, സോറി, -600 അല്ലേ? ചിഹ്നം ശ്രദ്ധിക്കണം, -600. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 1ൻ്റെ സ്കോർ 1, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 6 ഇൻറ്റു 4 24 അല്ലേ? 24 2 0 2400. അപ്പോൾ എത്ര കിട്ടി? ഈക്വൽ ടു 2401. a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ a മൈനസ് ബി എന്ത് വരും? a മൈനസ് ബി ഈക്വൽ ടു റൂട്ട് 2401 അല്ലേ? അപ്പോൾ ഇതിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വളരെ എളുപ്പത്തിലൊരു മാർഗ്ഗം എന്താ? ഇത്ര സമയം പെട്ടെന്ന് കിട്ടണില്ല, എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയാൽ 10 എത്രയാണ്? 100. 20ൻ്റെ സ്ക്വയർ 400 അല്ലേ? 2ൻ്റെ 4, അപ്പോൾ 20ൻ്റെ 400. ഇനി 30 ആണെങ്കിലോ 3ൻ്റെ സ്ക്വയർ 9, ഒരു 0 ആണെങ്കിൽ 2 0. ഇനി 40 ആണെങ്കിലോ 4ൻ്റെ സ്ക്വയർ 16, ഒരു 0 2 0 അല്ലേ? 2 0. ഇനി 50 ആണെങ്കിലോ 5ൻ്റെ സ്ക്വയർ 25, ഒരു 0 ആണെങ്കിൽ 2 0 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ആദ്യം മുതൽ ഇട്ട് വരണ്ട, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയാൽ 2401 അല്ലേ? അപ്പോൾ ഇതിൻ്റെ 1600-നും 2500-നും ഇടയിലാണ് 2401 അല്ലേ? അതായത് ഇതിൻ്റെ റൂട്ട് ഏതിൻ്റെ ഇടയിലായിരിക്കും? 40-നും 50-നും ഇടയിലുള്ള സംഖ്യ ആയിരിക്കും അല്ലേ? അപ്പോൾ 40-നും 50-നും, അപ്പോൾ 40 എത്രയോ ആണ് അല്ലേ? ഓക്കെ. ഇനി അതേത് സംഖ്യ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇവിടെ ഏതാണ് അവസാനം വന്ന സംഖ്യ? 1 ആണ് അല്ലേ? അപ്പോൾ 1 കിട്ടണമെങ്കിൽ ഏതൊക്കെ സംഖ്യ തമ്മിൽ ഗുണിച്ചാലോ 1 കിട്ടുക? ഏതിൻ്റെ ഒക്കെ സ്ക്വയറിൻ്റെ അവസാനമാണ് 1 വരുന്നത്? ഒന്നുകിൽ നോക്കിയാൽ 1 ഇൻറ്റു 1 അല്ലേ? 1 ഇൻറ്റു 1 1 തന്നെ. പിന്നെയോ 9 ഇൻറ്റു 9 അല്ലേ? 81 അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടുമാണ് എന്ത്? വൺസിൻ്റെ സ്ഥാനത്ത് എന്ത് വരാം? 1 വരുള്ളൂ, വേറെ ഒന്നിനും വരില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്തായിരിക്കും? നമ്മൾ 40 ആണെന്ന് പറഞ്ഞു, അപ്പം ഒന്നുകിൽ 41 ആയിരിക്കും, അതല്ലെങ്കിൽ 49 ആയിരിക്കും. മനസ്സിലായില്ലേ? ഒന്നുകിൽ, അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് കഴിഞ്ഞാൽ വളരെ എളുപ്പം പറ്റും. അപ്പോൾ ഒന്നുകിൽ 41 ആയിരിക്കും, അതല്ലെങ്കിൽ 49. ഇനി ഇതിൽ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യ 2401 അല്ലേ? ഇവിടെ നോക്കിയാൽ 1600-ഉം 2500-ഉം. ഈ 2401 എന്ന് പറഞ്ഞു നോക്കിയാൽ ഏതിൻ്റെ തൊട്ടടുത്ത സംഖ്യയാണ്? 2500-ൻ്റെ തൊട്ടടുത്ത സംഖ്യയാണ് അല്ലേ? അതേസമയം 1600 വിട്ട് നോക്കിയാൽ കുറേ ഇങ്ങോട്ട് മാറിയിട്ടാണ് 2400 അല്ലേ? അപ്പോൾ ഇതിൻ്റെ അടുത്ത് എടുക്കുന്ന സംഖ്യ അല്ലേ? അതായത് വലുതിൻ്റെ അടുത്താണ് സംഖ്യ എടുക്കുന്നത് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? വലിയ സംഖ്യ നിന്ന് സെലക്ട് ചെയ്യുക, അതായത് 9 സെലക്ട് ചെയ്യുക. അപ്പോൾ 49. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള സംഖ്യ എന്ന് വിചാരിക്കുക 1700 അല്ലെങ്കിൽ 1800 ഇതിൻ്റെ അടുത്താണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ചെറിയ സംഖ്യ സെലക്ട് ചെയ്യുക. മനസ്സിലായില്ല? ചെറിയ സംഖ്യ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 49 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ a മൈനസ് ബി 49 ആവാം, അതല്ലെങ്കിൽ -49 ആവാം അല്ലേ? രണ്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ റൂട്ട് 2401 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 49 ആവാം, -49 ആവാം അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ a മൈനസ് ബി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ a മൈനസ് ബി 49 ആയി കഴിഞ്ഞാൽ അല്ലേ? 49 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. a പ്ലസ് ബി എത്രയാണ്? a പ്ലസ് ബി ഈക്വൽ ടു 1 a മൈനസ് ബി 49 അല്ലേ? ഇനി രണ്ട് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ a പ്ലസ് a 2a, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി അല്ലേ? ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു 49-ഉം 1-ഉം 50 അല്ലേ? അപ്പോൾ a ഈക്വൽ ടു എന്ത് വരും? 50/2 ഈക്വൽ ടു
25. അപ്പോൾ എയുടെ വാല്യൂ 25 അല്ലേ. ഇനി ഇക്വേഷനിൽ നോക്കിയാൽ 25 കൊടുക്കുക. എ പ്ലസ് ബി സീക്വൽ ടു 1 ആണ്. അതിൽ എയുടെ വാല്യൂ 25 പ്ലസ് ബി സീക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ബി എന്ത് വരും? 1. ഈ 25 അങ്ങോട്ട് പോകുമ്പോൾ -25 സീക്വൽ ടു -24. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി 25 എന്ന് കിട്ടി അല്ലേ. ബിയുടെ വാല്യൂ -24 കിട്ടി. ഇനി നാം ഇതിനെ മറിച്ച് കൊടുക്കുകയാണെങ്കിലോ, അതായത് എ മൈനസ് ബി, നമുക്ക് കഴിഞ്ഞ ക്ലാസ് ചെയ്തപോലെ എ മൈനസ് ബി -49 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ അതൊന്നും നിങ്ങളും ചെയ്തു നോക്കാം അല്ലേ. അത് കൊടുത്താൽ ഞാൻ എന്താണ് സംഭവിക്കുക? നേരെ തിരിച്ചു കിട്ടും അല്ലേ. എയുടെ വാല്യൂ എന്ത് കിട്ടും? -24 കിട്ടും. ബിയുടെ വാല്യൂ 25 കിട്ടും അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? n² അല്ലേ. n² പ്ലസ് n - 600. അതിന് പകരം അതിൻ്റെ ഫാക്ടേഴ്സ് അല്ലേ. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എയുടെ വാല്യൂ 25 അല്ലേ. അപ്പോൾ നമുക്ക് n + 25 ഇൻറ്റു n, അടുത്ത വാല്യൂ എത്രയാണ്? -24 അല്ലേ. -24. ഇതാണ് എൻ്റെ ഫാക്ടേഴ്സ്. അതെഴുതി സീക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്കൊക്കെ n + 25 0 ആണെങ്കിൽ n-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? n ഈക്വൽ ടു -25 അല്ലേ. -25. അതല്ലെങ്കിൽ n എന്ത് വരും? n -24 0 ആണെങ്കിൽ n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? n-ൻ്റെ വാല്യൂ ചിഹ്നം മാറും അല്ലേ. 24. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിൻ്റെ ചിഹ്നം ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ n-ൻ്റെ വാല്യൂ -25 അല്ലെങ്കിൽ n-ൻ്റെ വാല്യൂ 24. അപ്പോൾ ഇവിടെ നമുക്കറിയാം എത്ര സംഖ്യകൾ അല്ലേ, ഏതുവരെ സംഖ്യകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? ഈ 300 കിട്ടാന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്കറിയാം -25 സംഖ്യകൾ നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ നെഗറ്റീവ് അല്ല ഉത്തരം. എന്താണ്? പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണം പറയുമ്പോൾ പോസിറ്റീവ് അല്ല പറയാം. അതായത് 24 സംഖ്യകൾ, അതായത് 24 വരെ ഏഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? 300 കിട്ടുക. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. At what points does the graph of the polynomial x² - 2x - 1 cross the x-axis? അതായത് x² - 2x - 1 എന്ന പോളിനോമിയൽ അല്ലേ. പോളിനോമിയൽ x അക്ഷത്തെ കട്ട് ചെയ്ത് പോകുന്ന, മുറിച്ച് കടക്കുന്ന പോയിന്റ് ഏതാണ്? ഇതാണ് ചോദ്യം. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കിയാൽ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിലോ എന്തായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ് ഈ ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതൊക്കെ വരച്ച നമുക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു വരും. ഇതേ രൂപത്തിലായിരിക്കും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? ഏതാണ്? x² - 2x - 1 അല്ലേ. x² - 2x - 1 ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫാണ്. ഇപ്പോൾ ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അത് ഈ എക്സ് ആക്സിസിനെ മുറിച്ച് കടക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ എക്സ് ആക്സിസിനെ മുറിച്ച് കടക്കുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? ഇതാണ് വൈ അല്ലേ. വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ വൈക്ക് ഇവിടെ 0 ആയിരിക്കും വാല്യൂ. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ 0 അല്ലേ. രണ്ടിലും വൈയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് y0 ആയ ഈ പോയിന്റുകളിലൂടെയാണ് ആര് ക്രോസ് ചെയ്ത് പോണത് അല്ലെ, ഈ ഗ്രാഫ് ക്രോസ് ചെയ്ത് പോണത്. അപ്പോൾ നമുക്ക് y0 ആകുമ്പോഴുള്ള എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. y0 ആകുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x² - 2x - 1 = 0 അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ 0 ആകുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ എന്താണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നോക്കിയാൽ x² - 2x - 1 അല്ലെ, ഇതാണ് y. ഇവിടെ വൈയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? x² - 2x - 1 = 0. ഇനി നമുക്ക് നോക്കിയാൽ നാം ചെയ്യാറുള്ള രീതി അനുസരിച്ചുകൊണ്ട് AB അല്ലെ. AB എന്ന് പറഞ്ഞാൽ AB = -1 അല്ലെ. a + b = -2. ഇങ്ങനെ നമുക്ക് സംഖ്യകൾ കിട്ടുമോ? കിട്ടില്ല അല്ലേ. ഇപ്പൊ എ ബിക്ക് 1 കിട്ടണമെങ്കിൽ എന്ത് വേണം? 1 × 1 അല്ലെ, 1 ഉള്ളൂ. ഇനി നോക്കിയാൽ ഇവിടെ നെഗറ്റീവ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആവണം. അപ്പൊ -1 × 1 -1. പക്ഷേ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടുമോ? കിട്ടില്ല അല്ലേ. അപ്പോൾ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പരിപാടി നടക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുമ്പ് സ്ക്വയർ കംപ്ലീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ പൂർണ്ണവർഗ്ഗം അല്ലേ 1 ആണ്, പക്ഷെ -1 ആണ് അല്ലേ. അപ്പോൾ 1ന്റെയും വർഗ്ഗം നെഗറ്റീവ് ആവില്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതും നമുക്ക് നടക്കില്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു പൂർണ്ണവർഗ്ഗം കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്ക് x² - 2x അല്ലേ. അപ്പോൾ ഇതിന്റെ നമുക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ പകുതി
ഇപ്പോൾ 2ന്റെ പകുതിയാണ് 1 അല്ലേ? അപ്പോൾ 1ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത് അല്ലേ? അപ്പോൾ 1ന്റെ സ്ക്വയർ 1. അപ്പോൾ ഇവിടെ നാം എന്ത് ചെയ്തു? ഒരു 1 അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. മനസ്സിലായല്ലോ? ഇവിടെ ഒരു 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തായി? x² - 2x + 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെയുള്ള -1 അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. = ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഇപ്പുറത്ത് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഇവിടെ 1 നമ്മൾ ആഡ് ചെയ്തു, അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ഒരു 1 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? x² - 2x + 1 = ഈ 1 ഇവിടെ ഉണ്ട്, ഈ -1 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ +1 ആയി. ഇനി ഇവിടെ നോക്കിയാൽ x² - 2x + 1 അല്ലേ? ഇവിടെ പൂർണ്ണവർഗ്ഗമാണ്, ഇവിടെയും പൂർണ്ണവർഗ്ഗമാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ a² - 2ab + b² അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? a - b² എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതേ രൂപത്തിൽ ഇവിടെ കിടക്കുന്നത് ആണല്ലോ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a - b² എന്ന് എഴുതാം അല്ലേ? ഇവിടെ ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? x ഇതിന്റെ റൂട്ട് x, ഇതിന്റെ റൂട്ട് 1 അല്ലേ? 1ന്റെ റൂട്ട് 1, ചിഹ്നം ഏത് വരും? മൈനസ്. അപ്പോൾ x - 1² = 1 + 1 2. അപ്പോൾ ഇവിടെ നോക്കിയാൽ x - 1² ആണ് 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ x - 1 എന്തായിരിക്കും? അതായത് ഇവിടെ നോക്കിയാൽ ഇപ്പോൾ x² 25 ആണെങ്കിൽ x എന്തായിരിക്കും? √25 അല്ലേ? അപ്പോൾ അതുപോലെ x - 1² ആണ് 2. അങ്ങനെയാണെങ്കിൽ x - 1 എന്തായിരിക്കും? 2ന്റെ റൂട്ട് അല്ലേ? √2. അപ്പോൾ അതിൽ നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? x = എന്ത് വരും? x = ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആയി അല്ലേ? 1 ആയി, പിന്നെ ഇവിടെ +√2. മനസ്സിലായില്ലേ? ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ +1 ആയി അല്ലേ? ഇങ്ങോട്ട് പോയാൽ +1 ആയി. അതിന്റെ പിന്നെ ഇവിടെ ആരുള്ളത്? √2 ഉണ്ട് അല്ലേ? അപ്പോൾ 1 + √2. ഇനി ഇവിടെ നോക്കിയാൽ x - 1² 2 ആവുകയാണെങ്കിൽ x - 1 √2 ആവാം. അതല്ലെങ്കിൽ 2 ചാൻസ് ഇല്ലേ? -√2 ആവാം അല്ലേ? ഇവിടെ x² 25 ആണെങ്കിൽ x √25. അപ്പോൾ x-ന്റെ വാല്യൂ എന്താവും? 5 ആവാം, അല്ലെങ്കിൽ -5 ആവാം അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ x - 1 എന്താവാം? ഒന്നുകിൽ √2 ആവാം, അതെങ്കിൽ -√2 ആവാം അല്ലേ? ഓക്കെ, അപ്പോൾ x - 1 √2 ആണെങ്കിൽ x-ന്റെ വാല്യൂ 1 + √2 വന്നു. ഇനി x - 1 -√2 ആണെങ്കിലോ എന്ത് വരും? x = ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആയി അല്ലേ? ഇനി -√2, ഇവിടെയുള്ള -√2 അതേപോലെ എഴുതി √2. അപ്പോൾ നമുക്കിവിടെ x-ന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇത് ക്രോസ് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് അല്ലേ? അപ്പോൾ നമുക്കറിയാം ആദ്യം x-ന്റെ വാല്യൂ എന്ത് വരും? x-ന്റെ വാല്യൂ 1 + √2. അതിൽ y-യുടെ വാല്യൂ നമുക്കറിയാം 0 ആയിരിക്കും അല്ലേ? അപ്പോൾ 1 + √2 0. ഇതാണ് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് ഏതായിരിക്കും? 1 - √2. ഇത് x-ന്റെ വാല്യൂ, y-യുടെ വാല്യൂ 0. മനസ്സിലായല്ലോ? ഇതായിരിക്കും 2 പോയിന്റുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.